പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേസസ് ആണ്. എല്ലാ കുട്ടികൾക്കും ഉള്ള ഒരു ഡൗട്ടാണ് എങ്ങനെ ജർമ്മൻ കേസസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ് ഈ ജർമ്മൻ കേസസ്. ടോട്ടലി ഉള്ളത് 4 കേസസ് ആണ്. ഏറ്റവും ബേസ് കേസാണ് നോമിനാറ്റീവ് കേസ്, രണ്ടാമത്തേത് അക്യുസാറ്റീവ് കേസ്, മൂന്നാമത് വരുന്ന കേസാണ് ഡാറ്റീവ്, ആൻഡ് ഏറ്റവും അവസാനത്തേത് ഗെനറ്റീവ് കേസ്. ഫസ്റ്റ് കേസ് എടുക്കാം, നോമിനാറ്റീവ് കേസ്. ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്, അവരാണ് അതിലെ സബ്ജക്റ്റ്, അതാണ് അതിലെ നോമിനാറ്റീവ്. ഫോർ എക്സാമ്പിൾ, ich gehe zum Einkaufen. അതിൽ ich എന്നത് സബ്ജക്റ്റ് ആണ്, അതാണ് അതിലെ നോമിനാറ്റീവ്. രണ്ടാമത്തെ എക്സാമ്പിൾ, er ist Lehrer. ഇതിൽ er എന്നതാണ് അതിലെ സബ്ജക്റ്റ്, എന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്യുന്നയാൾ. അപ്പോൾ ആ ഒരു സെന്റൻസിലെ കേസ് വരുന്നത് നോമിനാറ്റീവ്. അപ്പോൾ er ആണ് അതിലെ നോമിനാറ്റീവ് കേസ്. ഇനി നിങ്ങൾക്കൊരു പ്രോ ടിപ്പ് പറഞ്ഞു തരാം. ഈ നോമിനാറ്റീവ് കേസ് കൺസിഡർ ചെയ്യുമ്പോൾ സൈൻ വെർബും വേർഡൻ വെർബും വരുമ്പോൾ ആ സെന്റൻസ് മുഴുവൻ എന്ത് വന്നെന്ന് പറഞ്ഞാലും അത് നോമിനാറ്റീവ് കേസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇഹ് ബിൻ ein Geschäftsmann. ഇവിടെ യൂസ് ചെയ്യുന്നത് സൈൻ വെർബാണ്. ഇഹ് എന്ന് പറഞ്ഞാൽ അത് സബ്ജക്റ്റ്, ആ ഗഷേഫ്സ്മാൻ എന്ന് പറയുന്നതും സെയിം ആൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഫുൾ കേസും വരുന്നത് നോമിനാറ്റീവ് മാത്രമായിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇഹ് വേർഡെ ein Musiker. ഇതിൽ ആ സെന്റൻസ് ഉദ്ദേശിക്കുന്നത് എനിക്കൊരു മ്യൂസിഷ്യൻ ആവണം എന്നാണ് ആഗ്രഹം, എന്ന് വെച്ചാൽ അവിടെ ആയിട്ടില്ല. പക്ഷെ അവിടെ സബ്ജക്റ്റ് വരുന്നതും ആ മ്യൂസിക്കർ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒരാൾ തന്നെ ആയിരിക്കും. അപ്പോൾ ആ കേസ് ഫുള്ള് നോമിനാറ്റീവ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ നോമിനാറ്റീവ് കേസ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അക്യുസാറ്റീവും ബാക്കിയുള്ള കേസസും എന്താണെന്നുള്ളത് അടുത്ത വീഡിയോ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ജർമ്മൻ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. കമന്റ്സ്, അഭിപ്രായങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തുക.